ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രം ടാപ്പ് ചെയ്തിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവ് ആണ്, അവിടെയും ഞാൻ വേറെ തരത്തിലെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെയും ഫോളോ ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെയും കോൺടാക്ട് ചെയ്യാം ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ മാർച്ചിൻ്റെ ഓവറോൾ എനർജി 5 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ സ്ട്രെങ്ത്, നിങ്ങളുടെ കറണ്ട് എനർജി മാർച്ചിൻ്റെ ഏസ് ഓഫ് കപ്സ്, ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 4 ഓഫ് കപ്സ്, നിങ്ങൾക്ക് ചാലഞ്ച് പൊസിഷനിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് 5 ഓഫ് പെൻറ്റിക്കിൾസ്, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഹിഡൻ ഫാക്ടറിൽ, ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 5 ഓഫ് വാൻഡ്സ് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, ആക്ച്വലി കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. ഈ മാസം വർക്ക് ഉണ്ടാവാൻ കുറേ ചാൻസസ് ഹൈ ആണ്. ഓക്കെ, നിങ്ങളുടെ ടെമ്പർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതല്ല വേറെ ആൾക്കാരുടെ കൂടെ വർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫാമിലിയിൽ വർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ കാര്യങ്ങൾ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, കലീഗ്സിൻ്റെ കൂടെ സൂക്ഷിക്കണം. ഓക്കെ, ഇത് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസും ആവാം ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ 5 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? 7 ഓഫ് കപ്സ് ആൻഡ് ഹെർമിറ്റ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറച്ചൊരു ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഞാൻ പറഞ്ഞ മാതിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. കുറേ കാര്യങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ചേരില്ല, ഒരു ഡിസഗ്രീമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുറേ കൺഫ്യൂഷൻ ഉള്ള എനർജിയാണ് ഈ മാസം. അതുകൊണ്ട് കുറച്ചൊരു ഐസൊലേറ്റ് ചെയ്താൽ, കുറച്ച് തനിച്ച് പറഞ്ഞാൽ അത്ര കൂടുതൽ സോഷ്യലൈസ് ചെയ്യാണ്ട് വേണ്ട മാതിരി സോഷ്യലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ മാസം കുറച്ച് സൂക്ഷിക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ ഇത് ഒരു വിസ്ഡംൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കുറച്ചൊരു മാറി നിന്നിട്ട് കാര്യങ്ങൾ ഒരു കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതാണ് ഇവിടെ മെസ്സേജ് പറയണത്. സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ലിയോ എനർജി ഇവിടെ, വെർഗോ എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത്തിൻ്റെ എനർജി കറേജിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ബോൾഡായി ഡിസിഷൻ എടുത്തു പാസ്റ്റിൽ. അതല്ല വെച്ചാൽ കുറേ പേഷ്യൻ്റ്ലി ഒരു സിറ്റുവേഷൻ, കുറേ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു, അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യം വരേണ്ടി വന്നു. 4 ഓഫ് പെൻറ്റിക്കിൾസ്, മേ ബി നിങ്ങളുടെ ലവ് ലൈഫിൽ കാര്യങ്ങൾ കുറച്ചൊരു ഡിഫിക്കൾട്ടായിരുന്നു. ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ജെമിനൈ എനർജി. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചൊരു സ്ട്രെയിനിലായിരുന്നു, അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. ഫിനാൻഷ്യലിയും കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ. ഇപ്പോൾ പക്ഷേ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ഇമോഷണൽ ബിഗിനിങ് ആണ്, റൊമാൻറ്റിക് ബിഗിനിങ് ആണ്. അപ്പോൾ
ഞാൻ കാണുന്നത് ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, ഈ പേഴ്സണെ നിങ്ങൾ അറിയാം. ഓക്കെ, ഈ പേഴ്സണിനെ നിങ്ങൾ മുമ്പേ എഫേർട്ട് ഇട്ട പറഞ്ഞാൽ ആ പേഴ്സണിനെ നിങ്ങൾ ഇഷ്ടമായിരുന്നു. അതാണ് പാസ്റ്റിൽ നിങ്ങൾ ഈ പേഴ്സണിന്റെ കൂടെ കുറെ നിങ്ങളുടെ മെമ്മറീസ് ഉണ്ട്, കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജെമിനി എനർജി ഉണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. നിങ്ങൾ പാസ്റ്റിൽ ഒരു റിസ്ക് എടുത്തു, ഈ പേഴ്സണോട് നിങ്ങളുടെ മനസ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായില്ല. പക്ഷെ ഈ മാസം കാര്യങ്ങൾ ടേൺ ആവുന്നു, ചേഞ്ച് ആവുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ ഈ പേഴ്സൺ ആണ് എഫേർട്ട് ഇടണേ. ആൻഡ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. നിങ്ങളുടെ കോൺഫിഡൻസും അതിന്റെ കാരണം കുറെ ബൂസ്റ്റ് ആവണു. നിങ്ങൾക്കൊരു നല്ലൊരു കോൺഫിഡൻ്റ് ആയി നിങ്ങൾ ഫീൽ ചെയ്യണു ഈ മാസം. ഫിനാൻഷ്യലി ഓൾസോ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാച്ചാലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണു. ഫ്യൂച്ചറിൽ പക്ഷെ 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ കുറച്ചൊരു ബോർഡായിട്ടാണ് കാണുന്നത്. ഒരു ഡിസ്ഇൻട്രസ്റ്റഡ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജി. അതെന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഒരു വലിയ ഷേക്കപ്പ് മാതിരിയാണ്. ഇതിൻ്റെ കാരണം നിങ്ങളുടെ ലൈഫിൽ വരണ മറ്റേ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെച്ചാൽ അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണു. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ കുറേ വേറെ ഓഫേഴ്സും ഉണ്ടാവും. കുറേ ഫിനാൻഷ്യൽ ഓഫേഴ്സ്, റൊമാൻറ്റിക് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എന്തോ ഇവിടെ വർക്കൗട്ട് ചെയ്യണില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ കുറച്ചൊരു എനർജി ലെവൽ ഡൗൺ ആണ്. നിങ്ങൾ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു പുതിയ ഓഫറും വരുന്നുണ്ട്. നിങ്ങൾ അതിനെ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് പാസ്റ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്തോ ഈ സിറ്റുവേഷനിൽ വർക്കൗട്ട് ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, സ്റ്റേബിൾ ബിഗിനിങ് ആണ്. പക്ഷെ ഇത് ചാലഞ്ച് പൊസിഷനിലായതുകൊണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു റിലേഷൻഷിപ്പിലെ ജോബിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. മേ ബി ഇവിടെ നിങ്ങളുടെ മദർ ഇല്ലാച്ച അവരുടെ മദർ ഇവിടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കില്ല. അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടിയുടെ കാരണമാണ് ഈ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നം വരണേ. ഇപ്പൊ ഇത് അവരുടെ ഒരു എക്സ് ആയിരിക്കാം, ഇല്ലച്ചാ അവർ വേറെ ആരുടെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ ആ പേഴ്സന്റെ എനർജിയും ആവാം. നിങ്ങളുടെ അഡ്വൈസ് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. കോൺഫിഡൻസ് ഇല്ല ഒട്ടും. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയപ്പോൾ നിങ്ങളുടെ കുറച്ചൊരു കോൺഫിഡൻസ് ഷേക്ക് ആവണു. ആൻഡ് അത് മാത്രമല്ല ഫിനാൻഷ്യലിയും നിങ്ങൾ കുറച്ച് ഷുവർ അല്ല എന്താ ഫ്യൂച്ചർ ഉണ്ടാവുകയെന്ന്. പക്ഷേ ഈ ബേർഡൻസിനെയൊക്കെ റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരണത്. നിങ്ങൾ മുമ്പോട്ട് പോവുക ധൈര്യമായിട്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഇതൊരു ഫേസ് ആണ്, ടെമ്പററി ഫേസ് ആണ്. ഇതിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുമ്പോഴാണ് കുറച്ചൊരു സ്റ്റേബിൾ എനർജീസ് വരണത് നിങ്ങളുടെ ലൈഫിൽ. 8 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇവിടെ ജോലിയുടെ കാര്യത്തിൽ കുറേ ജോലി ഉണ്ടാവും, ബിസി ആയിരിക്കും ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ജസ്റ്റിസ് ബാലൻസിന്റെ എനർജിയാണ്, കർമ്മയുടെ എനർജിയാണ്. എല്ലാം ശരിയാവും, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. എല്ലാം ബാലൻസിൽ വരും. കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഈ മാസം, പക്ഷെ അത് വർക്കൗട്ട് ആവും. എൻഡിൽ എല്ലാം ശരിയാവും. ഇവിടെ എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 8 ഓഫ് വോൺസ്. 8 ഓഫ് വോൺസ് ഫോർവേഡ് മൂവ്മെന്റിന്റെ എനർജിയാണ്, കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ്, ട്രാവലിന്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഇത് ജഡ്ജ്മെന്റ് കാർഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി ഉണ്ട് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറേ ഒരു റിഗ്രറ്റ് ഉണ്ടാവും, കുറേ ഒരു സാഡ്നെസ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖമുണ്ട്. അത് ആ പാസ്റ്റിന്റെ കാര്യം വർക്കൗട്ട് ചെയ്തില്ല എന്ന് അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ അത് യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ അത് ഒരു പാസ്റ്റിന്റെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യുക, കറണ്ട് എനർജിയിൽ ഫോക്കസ് ചെയ്യുക. കറണ്ട് എനർജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ അവിടെയാണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരണത്. ആ ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ചെയ്യരുത്. ഓക്കെ, എന്ന് വെച്ചാൽ അതൊരു ഡിവൈൻ ടൈമിങ്ങിന്റെ എനർജിയാണ്. കോൺഫിഡൻസ് ഇസ് ദ കീ ടു യുവർ സക്സസ്. അപ്പോൾ പറഞ്ഞ മാതിരി ഈ മാസം കോൺഫിഡൻസ് വൈസ് കുറച്ച് ലോ ആണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. ബട്ട് ഡെഫിനറ്റ്ലി
നിങ്ങൾ ഈ സിറ്റുവേഷൻ ഈ മാസം കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയാലും ഫ്യൂച്ചർ കുറേം കൂടിയും ബ്രൈറ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കുറേ ഫയർ സൈൻസ് കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ, ലീബ്ര, ജെമിനൈ, ഓക്കെ, സ്കോർപ്പിയോ. അപ്പോൾ ഇതാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.